വി.എസ്. അച്യുതാനന്ദന്റെ വിജയം ജനങ്ങളുടെ വിജയമാണ്. പെൺമക്കളുള്ള രക്ഷിതാക്കളുടെ, പാവപ്പെട്ട കൂലിത്തൊഴിലാളികളുടെ, പരമ്പരാഗത കർഷകരുടെ, പരിസ്ഥിതി പ്രിയരുടെ, അഴിമതിക്കെതിരെ കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ രോഷം കൊള്ളുന്നവരുടെ, രാഷ്ട്രീയ സംശുദ്ധിക്കായി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ വിജയം. പലതുകൊണ്ടും വേറിട്ട് ശ്രദ്ധയാകർഷിച്ച ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഒരേ ഒരു ആയുധമേ ഉണ്ടായിരുന്നുള്ളൂ. വികസനം എന്ന പേരിൽ UDF തൊടുത്തുവിട്ട IT വികസനമെന്ന പ്രചാരണായുധം ഒറ്റ ലക്ഷ്യത്തിലേക്കാണ് പാഞ്ഞുകൊണ്ടിരുന്നത്. വികസന വിരോധിയെന്ന് വലുപ്പച്ചെറുപ്പമില്ലാതെ UDF നേതാക്കൾ ആവർത്തിച്ച് വിശേഷിപ്പിച്ച VS എന്ന ഒറ്റയാൾ പോരാളിക്കെതിരെ. വെയിലും മഴയും ആരവങ്ങളും ആരോപണങ്ങളും നിറഞ്ഞ പ്രചാരണ വേദികളിൽ അച്യുതാനന്ദൻ ലളിതമായി ജനങ്ങളുടെ ഹൃദയങ്ങളോട് ചേർന്ന് നിന്ന് ഇതിന് മറുപടി പറഞ്ഞു. ടാറ്റ എന്ന ഏറ്റവും വലിയ കുത്തക മുതലാളി അയാളുടെ തോട്ടത്തിന് സമീപമുള്ള സർക്കാർ ഭൂമികളെല്ലാം തോട്ടം വിസ്തൃതിപ്പെടുത്തി അവരുടേതാക്കി. 2 അസംബ്ലി കമ്മിറ്റികൾ മെമ്പർമാർ പോയി മാസങ്ങൾ പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് ചെയ്തു, ടാറ്റ 50,000 ഏക്കർ ഭൂമി കയ്യേറിയിരിക്കുന്നു, അത് ഉടനടി എടുപ്പിക്കണം. ആദിവാസികൾ 1/2 ഏക്കർ ഭൂമി കയറിക്കിടക്കാൻ ചോദിച്ചവരെ വെടിവെച്ച് കൊന്ന ഈ ആന്റണി ഉമ്മൻചാണ്ടിമാർ ടാറ്റയുടെ കയ്യിൽ അയാൾ കയ്യേറിയെടുത്ത ഭൂമി സർക്കാരിൻ്റെതാക്കാൻ നടപടി സ്വീകരിച്ചോ? അതോ ടാറ്റയെ കണ്ടപ്പോ മൂത്രമൊഴിച്ചോ? കാല് ഡഗഡഗാന്നടിച്ചോ? എന്താ സംഭവിച്ചത്? UDFന്റെ സർവ്വസൈന്യാധിപൻ ഉമ്മൻചാണ്ടിയുടെ വികസന സമവാക്യങ്ങളിൽ കണ്ണഞ്ചിപ്പോയ സാധാരണക്കാരോട് VS ആവർത്തിച്ച ചോദ്യം ഇതാണ്. സുഹൃത്തുക്കളെ, എന്താണ് വികസനം? 2001 മെയ് മാസത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം ഇവിടെ 42 ലക്ഷം തൊഴിൽരഹിതരായ അഭ്യസ്തവിദ്യരുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 15 ലക്ഷം ആൾക്ക് തൊഴിൽ നൽകുന്നതാണ്. അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിൽ നൽകിയില്ലെന്ന് മാത്രമല്ല, തൊഴിലാവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ ആ തൊഴിൽ നൽകൂ, നിയമന നിരോധനം പിൻവലിക്കൂ എന്നാവശ്യപ്പെട്ട യുവാക്കളെ പേപ്പട്ടിയെപ്പോലെ അവർ പോലീസിനെ അഴിച്ചിട്ട് തല്ലി. അതിനെ പ്രതിഷേധിക്കാൻ ഞാനും എൻ്റെ പാർട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ കുട്ടികളെയും ഇവർ പിന്നീട് 2 സ്വാശ്രയ കോളേജ് സമം 1 ഗവൺമെൻറ് കോളേജ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തൊന്നും കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ രക്ഷകർത്താക്കൾ പോകണ്ട, ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ് അവരതിവിടെ നിർത്തിയിട്ട് അത് കൊടുക്കാതിരിക്കുകയും സ്വാശ്രയ മാനേജ്മെൻറ്റിന് കീഴടങ്ങിക്കൊണ്ട് അവർ വലിയ ഫീസ് പ്രഖ്യാപിച്ചപ്പോൾ ഗവൺമെൻറ് കോളേജിലെ ഫീസിന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ഉറപ്പ് നൽകിയ ആ ഗവൺമെൻറ്റും മുഖ്യമന്ത്രിയും അനങ്ങാതിരുന്നുകൊണ്ട് സ്വാശ്രയ പ്രൊഫഷണൽ കോളേജ് മാനേജ്മെൻറ്റിനെ ജനങ്ങളെ കൊള്ളയടിക്കാൻ, വിദ്യാർത്ഥികളെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നപ്പോൾ അവരതിനെതിരായി സമരം ചെയ്തു. ആ സമരം ചെയ്ത കുട്ടികളെ ഓടയിലെ വെള്ളം ചേർത്തിട്ട് ജലപീരങ്കി എന്ന് പറഞ്ഞുള്ളത് അവരുടെ നേരെ അവരൊന്ന് ചീറ്റിച്ചു. അതേപോലെ തന്നെ ഭയങ്കരമായി ലാത്തിച്ചാർജ് ചെയ്തു. അതിർത്തിയിൽ ശത്രുക്കൾ നേരെ ഉപയോഗിക്കേണ്ട ഗ്രനേഡ് കുട്ടികളുടെ മേലെറിഞ്ഞു. പലരുടെയും ഉപ്പൂറ്റി തകർന്നുപോയി. നിരവധി ആളുകൾ ആശുപത്രിയിൽ 8-10 മാസം കിടന്ന് ചികിത്സിച്ചിട്ട് ഒരു ഗുണമില്ലാതെ ഇപ്പോഴവർ വടിയും കുത്തിപ്പിടിച്ച് നടക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരായിട്ടുള്ള ഇവരെ ഈ സംസ്ഥാനത്തെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും യുവതികൾക്കുമെല്ലാം നല്ലപോലെ അറിയാം. വർഷങ്ങൾക്കു ശേഷം സ്വന്തം ശബ്ദം ഒരു രാഷ്ട്രീയ നേതാവിലൂടെ പ്രതിധ്വനിക്കുന്നത് ജനം എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന ഘടകങ്ങളും തീരുമാനിക്കും മുൻപേ ഏകസ്വരത്തിൽ ജനം VS തന്നെ മുഖ്യമന്ത്രിയെന്ന് അന്തിമ തീരുമാനമെടുത്തതും ഇതുകൊണ്ടാണ്. സമരസജീവമായിരുന്നു എന്നും VS അച്യുതാനന്ദന്റെ ജീവിതം. ജാതിപ്പേര് വിളിച്ച് കളിയാക്കിയ സവർണ സഹപാഠികളെ
അരഞ്ഞാണമൂരി അടിച്ചോടിച്ച വിദ്യാലയകാലം മുതൽ തുടങ്ങിയ പ്രതികരണബോധം കനൽകെടാതെ കാത്തുവെക്കാൻ വി എസിന് കഴിയുന്നു. ചിട്ടയും ലാളിത്യവുമുള്ള ജീവിത രീതിയാണ് വി എസ് അച്യുതാനന്ദൻ്റേത്. പുലർച്ചെ 4:30 മണിക്ക് എഴുന്നേറ്റാൽ അരമണിക്കൂർ പ്രഭാത സവാരി നിർബന്ധം. ചെയ്യുന്നതെല്ലാം കൃത്യതയോടെ വേണമെന്ന നിർബന്ധവും വി എസിനുണ്ട്. 1923 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്ര പറവൂർ വെന്തലത്തറയിൽ ശങ്കരൻ കാർത്യായനി ദമ്പതികളുടെ 4 മക്കളിൽ രണ്ടാമനായാണ് വി എസിന്റെ ജനനം. കരപ്രമാണിമാരുടെ ധാർഷ്ട്യങ്ങൾക്കെതിരെ നിശിത നിലപാടെടുത്തിരുന്ന അച്ഛൻ്റെ വഴിയെയാണ് വി എസും നടക്കാൻ ആഗ്രഹിച്ചത്. മൂത്ത സഹോദരൻ ഗംഗാധരനും ഇളയ സഹോദരൻ പുരുഷോത്തമനും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. വെന്തലത്തറയിലെ വീട്ടിലിരുന്ന് ഏക സഹോദരി ആഴിക്കുട്ടി ദരിദ്രവും സംഭവബഹുലവുമായ പഴയ കഥകൾ ഓർക്കുന്നു. കുഞ്ഞുനാളിൽ 4.5 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി. ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി. 11 വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചുപോയി. പിന്നെ ഞങ്ങളെ വളർത്തിയത് മൂത്ത സഹോദരനായിരുന്നു. അങ്ങനെ വളർത്തി 10-16 വയസ്സ് വരെ ഇവിടെ ജ്യേഷ്ഠൻ്റെ കൂടെ ജൗളി മുറിച്ചു കൊടുക്കാൻ നിന്നു. ജൗളി കച്ചവടവും തയ്യലും ഒക്കെ ആയിരുന്നു അവിടെ. അണ്ണൻ ജൗളി മുറിച്ചു കൊടുക്കാൻ നിന്നു. കൊച്ചണ്ണൻ ജൗളി തുണി തയ്ക്കാൻ നിന്നു. വലിയണ്ണൻ തുണി വെട്ടാൻ നിന്നു. വേറെ ഒരുപാട് തയ്യക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ തൊഴിൽ കൊണ്ടാണ് പിന്നെ ഞങ്ങൾ ജീവിച്ചത്. അതിന് മാത്രം കഷ്ടത അനുഭവിച്ചൊരു മനുഷ്യൻ അങ്ങനെ അനുഭവിക്കാത്ത ദുരിതങ്ങളില്ല. ആണി തറച്ചേച്ച് ചോദിച്ചത് എന്തെന്നാ കൂടെ ഉണ്ടായിരുന്ന നേതാക്കന്മാർ ആരാണ്, എൻ്റെ കൂട്ടുകാരാരാണെന്നാണ് കൂടെയുള്ളവർ ചോദിച്ചത്. അപ്പോൾ പോലീസുകാർ ചോദിച്ചത്. അപ്പോഴെന്ത് പറഞ്ഞെന്നറിയാം, ഇവിടിട്ടല്ലേ തല്ലുന്നത്, അവിടം പറയട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പഴുത്ത് വേഷാറായിപ്പോയി കാലും ശരീരവും മൊത്തം. ഇവിടുന്ന് എൻ്റെ കൊച്ചെണ്ണം കാണാൻ ചെന്നപ്പോഴത്തേക്ക് ചന്തിയിട്ട് നിരങ്ങുന്ന ഭാഗമാണ് കണ്ട. ആലപ്പുഴ സബ് ജയിലിൽ കൊണ്ടുവന്നപ്പോൾ ഈരാറ്റുപേട്ടെ അത് കണ്ട് തല കറങ്ങി അത് വീണു. സ്വല്പം സാധനമൊക്കെ ആയിട്ടാണ് പോയത്. അതൊന്നും പോലീസുകാർ കൊടുത്തുമില്ല. അറുവട്ടമ്പലത്തിൽ നിറപറ ആണ്ട് കാലം. പിന്നെ മെഴുകുതിരി മേടിച്ച് ലത്യംപള്ളിയിൽ പോയി മുട്ടുമേൽ അവർ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്ത് അവിടെ കുറേ നാൾ പോയി. ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കുഴപ്പവും കൂടാതെ വരാൻ വേണ്ടിയിട്ട്. ക്ഷേത്രദർശനം നടത്താത്ത വി എസിനു വേണ്ടി കഴിഞ്ഞ 40 വർഷങ്ങളായി മുടങ്ങാതെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പൂജയും വഴിപാടും നടത്തുന്നുണ്ട് ആഴിക്കുട്ടി. പ്രത്യയശാസ്ത്രത്തെ മുറുകെ പിടിക്കുമ്പോഴും വി എസ് നിരീശ്വരവാദി അല്ലെന്നാണ് ആഴിക്കുട്ടിയുടെ അഭിപ്രായം. അയ്യോ, നിരീശ്വരവാദിയൊന്നും അല്ല. ഏത് ക്ഷേത്രങ്ങളിലാണേലും ഏതെങ്കിലും കാരണത്തിന് പൈസ വന്ന് ചോദിച്ചാൽ അതൊക്കെ കൊടുക്കും. പ്രത്യേകിച്ച് ഇവിടെ ഈ ശാസ്താങ്കല്ലെന്ന് പറയുന്ന ആ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇവർ ആണ്ടുകാലവും ഉത്സവം നടത്തുമ്പോൾ അവിടെ ചെല്ലും, കാശ് കൊടുക്കും. അതുപോലെ തന്നെ അറവ് കേട്ടും ആകെ കൊടുക്കും. അല്ല നിരീശ്വരവാദിയൊന്നും അല്ല. ജനനായകനായി കേരളം നെഞ്ചേറ്റിയ വി എസ് മുഖ്യമന്ത്രിയാകുന്നതിൽ അതിരറ്റ ആഹ്ലാദത്തിലും അഭിമാനത്തിലുമാണ് സുഹൃത്തുക്കളും. പറവൂരിലെ HK ചക്രപാണി ഇവരിൽ ഒരാളാണ്. ആലപ്പുഴയിൽ നടന്ന തൊഴിലാളി വർഗ സമര പോരാട്ടങ്ങളുടെ മുൻനിരയിൽ വി എസിനൊപ്പമുണ്ടായിരുന്ന ആളാണ് ചക്രപാണി. അവകാശ സംരക്ഷണത്തിനും ന്യായമായ വേതനത്തിനുമായി തൊഴിലാളികൾ 1946 നടത്തിയ പുന്നപ്ര സമരത്തിൽ ചക്രപാണി വി എസിന്റെ സഖാവായിരുന്നു. സമരത്തെ തുടർന്ന് അറസ്റ്റിലായ വി എസിന് ആലപ്പുഴയിൽ വെച്ചേറ്റ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തെക്കുറിച്ചുള്ള നടുക്കുന്ന ഓർമ്മകൾ ചക്രപാണിയെ ഇപ്പോഴും അസ്വസ്ഥനാക്കുന്നു. അടിയാണ് അടിച്ചു കൂട്ടിയത് വി എസിൻ്റെ കാലിൻ്റെ വെള്ളയിൽ കൊള്ളാം. പപ്പടം പൊങ്ങുന്ന പോലെ കാലിൻ്റെ വെള്ള പൊങ്ങിയത്. ഓ, ആ ഭീകരമായ മർദ്ദനങ്ങളിലൊക്കെ അതിജീവിച്ച് ഒരൊറ്റ മനുഷ്യനെ പോലും പേര് പറയാനോ ഒറ്റി കൊടുക്കാനോ തോന്നാത്ത ആളായിരുന്നു വി എസ്. അന്ന് ഭയങ്കരമായ മർദ്ദനമാണ്. ഞാൻ ആലപ്പുഴ സബ് ജയിലിൽ വരുമ്പോൾ ഈ 6-ാം വാരിയൊക്കെ വെക്കാനായിട്ട് തെളിഞ്ഞു നിൽക്കുമായിരുന്നു ഇരിക്കുമ്പോൾ. ഓ, എന്തൊരു സ്ഥിതിയായിരുന്നു അറിയാം. അപ്പോഴുമൊക്കെ നല്ല ഉറച്ച മനോഭാവത്തിലാണ് നിന്നിരുന്നേ. പറവൂർ, കളർകോട്, പുന്നപ്ര സ്കൂളുകളിലായി 7-ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമേ വി എസിനുള്ളൂ. 1940 മുതൽ സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായി.
1952 പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയും 1956 ജില്ലാ സെക്രട്ടറിയുമായി. 59 ദേശീയ സമിതി അംഗമായ VS 64 പാർട്ടിയിലെ വിഭജനത്തിനു ശേഷം CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1980 മുതൽ 3 പ്രാവശ്യം പാർട്ടി സംസ്ഥാന സെക്രട്ടറി, 86 മുതൽ പോളിറ്റ് ബ്യൂറോ അംഗം. സ്വാഭാവികമായും VS വീണ്ടും നിയമസഭയിലെത്തണമെന്ന് ജനം ആഗ്രഹിക്കുകയും ചെയ്തു. ഈ പ്രത്യാശകൾക്കു മേലാണ് VS മത്സരിക്കേണ്ടതില്ല എന്ന പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം ഇരുട്ടടിയായി വന്നു വീണത്. എന്നാൽ ചരിത്രപരമായ വിഡ്ഢിത്തമാകുമായിരുന്ന തീരുമാനം ജനവികാരത്തിന് വഴങ്ങിയെങ്കിലും തിരുത്താൻ പിന്നീട് പാർട്ടി തയ്യാറായി. VSൻ്റെ സ്ഥാനാർത്ഥിത്വ നിഷേധം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാമെന്ന് കരുതിയ UDFന് അപ്രതീക്ഷിതമായ ഈ തീരുമാനമാറ്റം തിരിച്ചടിയായി. പിന്നീടാണ് VSനെ ഒറ്റതിരിഞ്ഞാക്രമിക്കുക എന്ന തന്ത്രം പുറത്തെടുക്കാൻ UDF നേതാക്കൾ തീരുമാനിച്ചത്. എന്നാൽ പാർട്ടിയും അച്യുതാനന്ദനും ഇത് തിരിച്ചറിഞ്ഞു. 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും 5 തവണ വിജയിക്കുകയും ചെയ്ത അച്യുതാനന്ദൻ 2 പ്രാവശ്യം പ്രതിപക്ഷ നേതാവായി. ഭരണപക്ഷത്തെ നേതാക്കളുടെ പോലും ആദരവ് പിടിച്ചുപറ്റിയ പ്രതിപക്ഷ നേതാവാകുവാനും VSന് കഴിഞ്ഞു. അതേസമയം സമരപ്രിയനായ ഒരാൾ എങ്ങനെ നല്ല മുഖ്യമന്ത്രിയാകും എന്ന് പലപ്പോഴായി ഉയർന്നുകേട്ട ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. ഇതിനു മറുപടി നൽകാനുള്ള അവസരമാണ് കേരളം VSന് നൽകിയിരിക്കുന്നത്. കേരള ജനത അത്ഭുതങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കുടിവെള്ളം ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഭരണാധികാരിയെയാണ് അവർ VSൽ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്ത സമരങ്ങൾ തുടരുമെന്നും സാമാന്യനീതിയും സുരക്ഷിതത്വവും ഉറപ്പുവരുമെന്നും അവർ കിനാവു കാണുന്നു. അഴിമതിക്കാർ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ശിക്ഷിക്കപ്പെടണമെന്നും സംശുദ്ധ ഭരണത്തിൻ്റെ ഇളവയിലും തെളിനിലാവും ഒളിമങ്ങാതെ നിറയണമെന്നും ഇവർ നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നു. എല്ലാം VSൻ്റെ കൈകളിലാണ്. ഭരണവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രാർത്ഥനകളും.